നമസ്കാരം. കേന്ദ്ര സർക്കാർ ഗവർണർക്ക് Z+ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയതോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാരെല്ലാവരും ആശങ്കയിലായിരിക്കുകയാണ്. ഗവർണറെ വഴിയിൽ തടയുക, കരിങ്കൊടി കാണിക്കുക, ഗവർണറുടെ വാഹനം തല്ലിപ്പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇത്തരം കലാപരിപാടികൾ അടുത്ത ഇടെ കേരളത്തിൽ അരങ്ങേറിയ ഒരു പ്രത്യേക കലാരൂപം തന്നെയാണ്. ഈ കലാരൂപത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFI ആണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ മുതലായവരുടെ സഞ്ചാരമാർഗങ്ങൾ അതീവ സുരക്ഷയോടും അതീവ രഹസ്യമായും സൂക്ഷിക്കുന്ന ഒരു രേഖ തന്നെയാണ്. ഇതെങ്ങനെയാണ് തന്റെ യാത്രാരേഖകൾ SFIക്കാർക്ക് ചോർന്നു കിട്ടിയത് എന്നുള്ള ചോദ്യം തന്നെയാണ് ആദ്യം മുതലേ ഗവർണർ ചോദിക്കുന്നത്. ഗവർണറുടെ സഞ്ചാരമാർഗങ്ങൾ എങ്ങനെയാണ് പൊതുജനത്തിന് അറിയാൻ കഴിയുന്നത്? അത് പിണറായി വിജയന്റെ, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന്റെ പോലീസുകാർ തന്നെയാണ് ഇത് പിണറായി വിജയന്റെ വിദ്യാർത്ഥി സംഘടനയായ SFIക്ക് ചോർത്തിക്കൊടുത്തത് എന്ന ആക്ഷേപത്തിലും ആരോപണത്തിലും ഗവർണർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് 3 പ്രാവശ്യമായി തന്നെയാണ് ഗവർണറെ ഒരേ ദിവസം SFIക്കാർ കരിങ്കൊടി കാണിച്ചത്, ഗവർണറുടെ വാഹനത്തിൽ അടിച്ചു ബഹളമുണ്ടാക്കിയത്, ഗവർണറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗവർണറുടെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന് തടസ്സം വരുത്തി കാർ തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചു, ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ തന്നെയാണ് അന്ന് ഗവർണർ പരാതി നൽകിയത്. ഇത് തിരുവനന്തപുരത്ത് അന്ന് 3 സ്ഥലത്താണ് അരങ്ങേറിയത്. രാജ്ഭവനിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്ന ഗവർണറെ തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിലായാണ് SFIക്കാർ പ്രതിരോധിച്ചത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ ഗവർണർ അന്ന് പ്രതിഷേധം ഉയർത്തുകയുണ്ടായി. അന്ന് ഗവർണറുടെ വാഹനത്തിനെതിരെ കരിങ്കൊടിയുമായി എത്തിയ ആളുകൾ, ഗവർണറുടെ വാഹനം തല്ലിപ്പൊളിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്കെതിരെ IPC 124 പ്രകാരം തന്നെയാണ് കേസ് ചാർജ് ചെയ്തത്. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ മുതലായ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ആളുകളെ അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ അവരെ മാർഗതടസ്സം സൃഷ്ടിക്കുകയോ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് നേരെ എടുക്കുന്ന വകുപ്പാണ് IPC 124. ഇത് 5 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന, തടവ് ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ്. ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാവും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ആളുകൾക്ക് പിന്നീട് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുവാനോ സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുവാനോ സാധിക്കില്ല. മാത്രമല്ല, ഇത്തരക്കാർക്ക് വിദേശങ്ങളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസിന് ചെല്ലുമ്പോൾ നേരത്തെ ഇവർക്ക് IPC 124 ചുമത്തിയ ആളുകളാണെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെ നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെയാണ് കേരളത്തിലെ SFI പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾ പെടുന്നത്. കഴിഞ്ഞ ദിവസവും SFIക്കാർ ഗവർണറെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലം നിലമേൽ വച്ചായിരുന്നു. ആ കുട്ടികളെയും IPC 124 പ്രകാരം തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അവർ പലരും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയുന്നു. വനിതാ പ്രവർത്തകരായിട്ട് പൂജപ്പുര അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്നു. ഇതാണ് സ്ഥിതിവിശേഷം. ഇനി ഇവരെ പുറത്തിറങ്ങണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് അറിയുന്നത്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. VVIPകളുടെ ഗണത്തിൽപ്പെടുന്ന ഗവർണർ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി മുതലായവരെ വഴിയിൽ തടയുകയോ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഭംഗം വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ IPC 124 പ്രകാരം കേസ് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടാൻ വ്യവസ്ഥയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ആർഷോ മറ്റൊരു കാര്യം കൂടി പ്രഖ്യാപിച്ചത്. ഗവർണർക്ക് Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. CRP കമാൻഡോസിനെ ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്ഭവനിലേക്ക് അയച്ചിരിക്കുന്നു. ഗവർണറുടെ യാത്രകളിലും CRP കമാൻഡോസ് അനുഗമിക്കും എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് തൊട്ടുപുറകെ തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോയുടെ പ്രതികരണം എത്തിയത്. CRP കമാൻഡോസ് അല്ല, സാക്ഷാൽ ഇന്ത്യയുടെ പട്ടാളം തന്നെ നേരിട്ട് ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയാലും SFI ഗവർണറെ കരിങ്കൊടി കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 16 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ SFI പ്രവർത്തകർ ഒന്ന് ആഞ്ഞു തുമ്മിയാൽ ഗവർണർക്ക് അനങ്ങാൻ പോലും സാധിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് അന്ന് ആർഷോ പ്രതികരിച്ചത്. ആർഷോന്റെ ഭാഷയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ ശൈലി മാത്രം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഉൾക്കൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആർഷോ ഗവർണറെ തുമ്മിത്തോപ്പിക്കും എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വളരെ വിനയപുരസ്സരം അറിയിക്കട്ടെ. കേരളത്തിലെ ഏതാണ്ട് 16 ലക്ഷം വരുന്ന SFI പ്രവർത്തകർ നേരിട്ട് ചെന്നാൽ ഗവർണർക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല എന്ന അർത്ഥത്തിൽ തന്നെയായിരുന്നു ആർഷോയുടെ പ്രസ്താവന. അതെന്ത് തന്നെയായാലും കേന്ദ്ര സുരക്ഷ ഗവർണർക്ക് വർദ്ധിപ്പിച്ചതോടുകൂടി SFIയും വർദ്ധിത വീര്യത്തോടു കൂടി തന്നെ ഗവർണറെ നടു റോഡിൽ നേരിടാൻ ഒരുങ്ങുന്നു എന്ന് വേണം ആർഷോയുടെ വാക്കിൽ നിന്നും മനസ്സിലാക്കുവാൻ. എന്നാൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ,
നിങ്ങളിൽ ആരെങ്കിലും SFIക്കാരുടെ രക്ഷകർത്താക്കളുണ്ടെങ്കിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതെന്റെ വാക്കുകളല്ല, സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ് കടം കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ മക്കൾ ആരെങ്കിലും SFI പ്രവർത്തകരായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരെ ഉപദേശിക്കുക. കാരണം കേരളത്തിലെ നേതാക്കളുടെയോ അവരുടെ ബന്ധുക്കളുടെയോ ഏതെങ്കിലും മക്കൾ SFIയുടെ സമരമുഖങ്ങളിലേക്ക് ആനയിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും നേതാക്കളുടെ മക്കൾ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് അട്ടക്കുളങ്ങര ജയിലിലോ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് 124 പ്രകാരം ഗവർണർക്കെതിരെ സമരം ചെയ്ത SFIക്കാരെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന ആർഷോയെ എവിടെയും കണ്ടില്ലല്ലോ? അതെന്തുകൊണ്ടാണ്? 2 തവണയാണ് ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ സംഘടിച്ചെത്തി കരിങ്കൊടി കാണിക്കുകയും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം അക്രമാസക്തമാകുകയും ചെയ്തപ്പോൾ IPC 124 പ്രകാരം തന്നെയാണ് ഈ 2 സ്ഥലത്തും SFIക്കാർക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തത്. എന്നാൽ ഈ 2 സമരമുഖങ്ങളിലും 2 സാഹചര്യങ്ങളിലും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോയെ കണ്ടില്ലല്ലോ എന്ന് തന്നെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത്. സാധാരണക്കാരായ ആളുകളുടെ മക്കൾ SFIയിലും അല്ലെങ്കിൽ മറ്റിതര രാഷ്ട്രീയ സംഘടനകളിലും പ്രവർത്തിച്ച് ഇത്തരം സമരമുഖങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് അറസ്റ്റിലാകുന്നതും പോലീസ് വേട്ടയാടുന്നതും സാധാരണക്കാരുടെ മക്കളെ തന്നെയാണ്. ഒരു കാരണവശാലും ഇതിൽ നേതാക്കളുടെ മക്കളുണ്ടാവില്ല, നേതാക്കളുടെ ബന്ധുക്കളുണ്ടാവില്ല. അവരെല്ലാം പഠിച്ച് നല്ല ജോലി തേടി വിദേശത്തോ സ്വദേശത്തോ പോകുമ്പോൾ സാധാരണക്കാരുടെ മക്കൾ SFIയുടെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റിതര രാഷ്ട്രീയ കക്ഷികളുടെയോ പ്രവർത്തന സമരത്തിലും എല്ലാം ബന്ധപ്പെട്ട് അവർ ജാമ്യമില്ലാത്ത വകുപ്പിൽ ജയിലിൽ കഴിയും. ഇനി ജാമ്യം കിട്ടി പുറത്തു വന്നാലും അവർക്ക് 124 ചുമത്തിയതിനാൽ ഒരു കാരണവശാലും വിദേശത്ത് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്വദേശത്ത് ഒരു കാരണവശാലും സർക്കാർ ജോലി കിട്ടുകയുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം കോഞ്ഞാട്ടയാകുന്നത് സാധാരണക്കാരുടെ മക്കളുടെ മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റിൽ പറയുന്നത്. ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക്, അതായത് ജനുവരി 30 കഴിഞ്ഞ് 3:30 ഗവർണർ പൂനെയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നു, കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചിയിൽ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്തേക്കാണ് ഗവർണർ വരുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഗവർണർ എത്തുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് ഗവർണർ താമസിക്കുന്നത് എന്നുള്ള വിവരമാണ് രാജ്ഭവനിൽ നിന്ന് ഇതുവരെയും നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ വർദ്ധിത വീര്യത്തോടുകൂടി SFI ഗവർണറെ തടയും എന്നുള്ളത് യാതൊരു സംശയമില്ല. SFIക്കാർ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ആർഷോ നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നത്. കൊച്ചിയിലെ മഹാരാജാസ് കോളേജിലെ SFI യൂണിറ്റിന് രഹസ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നു, വ്യക്തമായ സൂചനകൾ കിട്ടിയിരിക്കുന്നു. അതായത് കോസ്റ്റ് ഗാർഡിന്റെ ഔദ്യോഗിക പരിപാടിയിൽ സംബന്ധിക്കുവാൻ വേണ്ടി ഗവർണർ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഗവർണറെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടി SFI സജ്ജമായിരിക്കണം, SFI പ്രവർത്തകർ സജ്ജമായിരിക്കണം. അതിന് നേതൃത്വം നൽകേണ്ടത് മഹാരാജാസ് കോളേജിലെ SFI വിദ്യാർത്ഥികളായിരിക്കണം എന്നുള്ള രഹസ്യ നിർദ്ദേശം മഹാരാജിൽ കൈമാറിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ SFIയുടെ ഈ സമരപരിപാടികൾ, ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുന്ന ഈ സമരപരിപാടിയിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും ഗവർണർക്ക് Z+ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയതിനു ശേഷം ഗവർണറുടെ ആദ്യത്തെ ഔദ്യോഗിക പൊതു പരിപാടിയാണ് ഇത് ഇന്ന് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഗവർണറുടെ ഔദ്യോഗിക പരിപാടി കോസ്റ്റ് ഗാർഡിന്റെ ഈ പരിപാടി തന്നെയാണ്. കൊച്ചിയിൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് ഗവർണർ എത്തുമ്പോൾ ഗവർണറെ കരിങ്കൊടിയുമായി SFI പ്രവർത്തകർ എന്തായാലും പ്രതിഷേധിക്കുവാൻ എത്തും എന്നുള്ളതാണ് അറിയുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ ഗവർണറെയോ രാഷ്ട്രപതിയെയോ ഉപരാഷ്ട്രപതിയെയോ പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെയോ എല്ലാം പ്രതിരോധിക്കുവാനോ പ്രതിഷേധിക്കുവാനോ എല്ലാവർക്കും അർഹതയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ഭരണഘടന അത് അനുവദിക്കുന്നുമുണ്ട്. സമാധാനപരമായി ജനാധിപത്യപരമായ രീതിയിൽ ആരോടും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഏതൊരു പൗരനും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് അതിർ ലംഘിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട രീതിയിലുള്ള പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഗവർണറുടെ കോൺവോയ് വാഹനത്തിന്, അതായത് ഗവർണറുടെ വാഹന വ്യൂഹത്തിന് എന്തായാലും CRPFന്റെ സുരക്ഷ ഉണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. റോഡിന്റെ അരികിൽ നിന്നുകൊണ്ട്, പാതയോരത്ത് നിന്നുകൊണ്ട് SFIക്കാർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയോ കരിങ്കൊടി കാണിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിൽ സമാധാനപരമായ രീതിയിലാണെങ്കിൽ അവർക്ക് മറ്റു യാതൊരു പ്രകോപനവും പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ CRPFന്റെ ഭാഗത്തു നിന്നോ മറ്റ് സുരക്ഷാ ഭടന്മാരുടെ ഭാഗത്തു നിന്നോ നേരിടേണ്ടി വരില്ല. എന്നാൽ തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും കണ്ടതുപോലെ SFIക്കാരുടെ പ്രതിഷേധ പരിപാടികൾ നില വിട്ടുപോകുകയാണെങ്കിൽ, അത് അക്രമാസക്തമാകുകയാണെങ്കിൽ തീർച്ചയായും CRPFും കേന്ദ്ര സുരക്ഷാ സേനയായ NSGയും കൃത്യമായി തന്നെ ഇടപെടും.
അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ VIP എന്ന് പറയുന്നത് ഗവർണറാണ്. ഗവർണറുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അതുകൊണ്ട് ഗവർണറുടെ വഴിയിൽ തടയുന്നവരുടെ സമരപരിപാടികൾ ഏതെങ്കിലും വിധത്തിൽ അത് കലാപകലുഷിതമാകുകയാണെങ്കിൽ, അക്രമാസക്തമാകുകയാണെങ്കിൽ തീർച്ചയായും ഗവർണറുടെ ജീവൻ രക്ഷിക്കുന്നതിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതായത് പ്രകോപനപരമായ പ്രവർത്തനം നടത്തി അത് അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കോ അല്ലെങ്കിൽ അതിൽ അണിചേരുന്നവർക്കോ എതിരെ CRPF-ന് അവരുടെ മുട്ടിന് താഴെ വെടിവെക്കുവാനുള്ള അധികാരം ഉണ്ട് എന്ന് തന്നെയാണ് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഗവർണർക്ക് എതിരെയുള്ള സമരപരിപാടികൾ അക്രമാസക്തമാകുകയാണെങ്കിൽ, കലാപത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഗവർണറുടെ സുരക്ഷാ ഭടന്മാരായ CRPF-ന് ഈ കലാപം അക്രമം ഉണ്ടാക്കുന്ന ആളുകളുടെ മുട്ടിന് താഴെ വെടിവെക്കുവാനുള്ള അർഹതയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. NSTക്കും ഇതുപോലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നറിയുമ്പോഴാണ് ഏതെങ്കിലും വിധത്തിൽ SFIക്കാരുടെ കരിങ്കൊടി പ്രതിഷേധം അത് അക്രമാസക്തമാകുകയാണെങ്കിൽ സ്ഥിതി വഷളാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഏത് വിധേനയും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ഇപ്പോൾ SFI പ്രവർത്തകരെ ഗവർണർക്കെതിരെ തിരിച്ചു വിട്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ എടുത്തു പറയുന്ന കാര്യം. കേരളത്തിൽ ഗവർണറെ ഇവർ തടയും എന്ന് പറയുമ്പോൾ ഗവർണറെ തടയുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും ഉണ്ടാകും. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാൻ വേണ്ടി ഗവർണർ ശ്രമിക്കുന്നു, ചാൻസലറായ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ്, എന്നുള്ള കാര്യം ഉയർത്തിക്കാണിച്ചു തന്നെയാണ് SFI ഗവർണറെ വഴിയിൽ തടയുവാനും കരിങ്കൊടി കാണിക്കുവാനും പ്രതിഷേധിക്കുവാനും മുതിരുന്നത്. ഈ പ്രതിഷേധത്തിലൂടെ ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി തന്നെയാണ് CPM-ഉം CPM-ന്റെ വിദ്യാർത്ഥി സംഘടനകളും മറ്റു പോഷക സംഘടനകളും എല്ലാം ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ള ചില സൂചനകളാണ് ചില രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നും ചില രാഷ്ട്രീയത്തിൽ നിന്നും അറിയാൻ കഴിയുന്ന വർത്തമാനങ്ങൾ. അങ്ങനെയെങ്കിൽ ഏത് വിധേനയും ഇത്തരത്തിലുള്ള സമരപരിപാടികൾ കലാപകലുഷിതമായി അക്രമാസക്തമായി മാറുവാൻ ഇവർ തന്നെ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയപ്പെടുന്ന കാര്യം. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും ഒരു കൂത്തുപറമ്പ് ആവർത്തിക്കും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. 1994 നവംബർ 25-ാം തീയതി പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ വേണ്ടി MP രാഘവൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ DYFI പ്രവർത്തകരുടെ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് വെടിവെപ്പിൽ അന്ന് 5 DYFIക്കാരാണ് മരിച്ചു വീണത്. തീർത്തും ദാരുണമായ സംഭവമാണ്. ഒരിക്കലും സാംസ്കാരിക കേരളത്തിൽ, രാഷ്ട്രീയ കേരളത്തിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദാരുണമായ വധം തന്നെയായിരുന്നു അത്. അല്ലെന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ആ ഒരു ആക്രമണത്തിൽ 5 DYFIക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനിയും ഗവർണറെ തടയുന്ന ഇത്തരം പ്രതിഷേധ സമരങ്ങൾ അക്രമാസക്തമാകുകയാണെങ്കിൽ കേന്ദ്ര സുരക്ഷ ഗവർണർക്കുണ്ട് എന്നുള്ളതിനാൽ തന്നെ തീർച്ചയായും നിയമപരമായി തന്നെ SFI വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ കേരളം പ്രത്യാശിക്കുന്നു. എന്നാൽ ഏത് വിധേനയും രക്തസാക്ഷികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഗവർണർക്ക് നേരെ SFIക്കാരെ കരിങ്കൊടിയും കൊടുത്ത് ഇടതുപക്ഷ പ്രവർത്തകർ വിടുന്നത് എന്നുള്ള ചില സൂചനകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സമാധാനാന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം കലാപകലുഷിതമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിലൊന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചെറുപ്പക്കാരുടെ, കുട്ടികളായ, അല്ല എന്നുണ്ടെങ്കിൽ മുതിർന്നവരുടെ ആരുടെയും രക്തം വീണ് ഈ മണ്ണ് ഇനി ചുവക്കാതിരിക്കട്ടെ, ഒരു രക്തസാക്ഷി പോലും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.